നമസ്കാരം. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ചെറുകാടിൻ്റെ ജീവിതപാത എന്ന ആത്മകഥയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ആശുപത്രിയിൽ. പരീക്ഷയുടെ ദൃഷ്ടികോണിൽ ഇത് വളരെ നിർണായകമായൊരു പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ യൂണിറ്റിൻ്റെ നോട്ടുകളെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്കായി കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് വായിക്കുന്നത് പരീക്ഷയ്ക്ക് പോയിന്റുകൾ ഓർത്തിരിക്കാൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും. പിന്നെ ഞാനിവിടെ ഈ പാഠഭാഗത്തിൻ്റെ ഒരു വിശദമായ വിശകലനമാണ് നൽകുന്നത്. അതുകൊണ്ട് എല്ലാവരും പാഠപുസ്തകത്തിൽ നിന്ന് ഈ അധ്യായം ഒരു തവണയെങ്കിലും വായിച്ചിരിക്കണം. എന്നാലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാവുകയുള്ളൂ. ശരി, ഇതാണ് നമ്മുടെ ഇന്നത്തെ പഠനത്തിൻ്റെ ഒരു രൂപരേഖ. നമ്മളാദ്യം എഴുത്തുകാരനെപ്പറ്റി പഠിക്കും, പിന്നെ കഥയിലേക്ക് കടക്കും, കഥാപാത്രങ്ങളെ വിശകലനം ചെയ്യും, പ്രധാന ആശയങ്ങൾ ചർച്ച ചെയ്യും, അവസാനം പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്ന പോയിന്റുകൾ ഒന്നുകൂടി ഓർക്കും. 1 മാർക്കിന്റെ ചോദ്യം തൊട്ട് എസ്സേ വരെ എഴുതാൻ ഈ ഒരു ക്രമം നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എഴുത്തുകാരനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർക്കുക. ഈ ഭാഗത്തുനിന്ന് 1 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉറപ്പാണ്. അതുകൊണ്ട് ഓരോ പോയിന്റും ശ്രദ്ധിച്ചു കേൾക്കുക. ചെറുകാട്, അത് അദ്ദേഹത്തിന്റെ തൂലികാനാമമാണ്, അല്ലേ? യഥാർത്ഥ പേര് ഗോവിന്ദ പിഷാരടി എന്നാണ്. അദ്ദേഹം വെറുമൊരു എഴുത്തുകാരൻ മാത്രമല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി വളരെ അടുത്ത് പ്രവർത്തിച്ചൊരു വ്യക്തി കൂടിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ആ കാലഘട്ടത്തിലെ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ നന്നായിട്ട് പ്രതിഫലിക്കുന്നത് കാണാം. യഥാ പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്നൊരു ചോദ്യം. ഗൗരവമായ വിഷയങ്ങൾ മാത്രമല്ല, അദ്ദേഹം ഹാസ്യരചനകളും നടത്തിയിരുന്നു. അതിനായി അദ്ദേഹം മറ്റൊരു പേരാണ് ഉപയോഗിച്ചിരുന്നത്. എന്തായിരുന്നു ആ പേര്? ഓർമ്മയുണ്ടോ? ഉത്തരം ഇതാണ്: മലങ്കാടൻ. ചെറുകാട് ഹാസ്യകവിതകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന തൂലികാനാമമാണ് മലങ്കാടൻ. ഇത് മറക്കരുത്. 1 മാർക്ക് പോക്കറ്റിലാക്കാം. ഇനി ജീവിതപാത എന്ന ഈ ആത്മകഥയുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് വെറുമൊരാളുടെ ജീവിതകഥയല്ല, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കിട്ടിയ ഒരു മഹത്തായ കൃതിയാണ്. ഒരു വ്യക്തിയുടെ കഥ എന്നതിലുപരി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയുടെയും അന്നത്തെ സാമൂഹിക വ്യവസ്ഥയായ മരുമക്കത്തായത്തിൻ്റെയും ഒരു ചരിത്രം കൂടിയാണ് ഈ പുസ്തകം. ഉപന്യാസം എഴുതുമ്പോൾ ഈ പോയിന്റുകളൊക്കെ ചേർത്താൽ നിങ്ങളുടെ ഉത്തരത്തിന് ഒരു പ്രത്യേക നിലവാരം കിട്ടും. ഈ ചോദ്യം നിങ്ങളൊരു കാരണവശാലും വിട്ടുപോകരുത്. ഇത് 100% ഉറപ്പുള്ളൊരു ചോദ്യമാണ്. മിക്കവാറും എല്ലാ ചോദ്യപേപ്പറിലും ഇത് ആവർത്തിച്ച് കാണാറുണ്ട്. ആരാണ് ജീവിതപാതയ്ക്ക് ആമുഖം അല്ലെങ്കിൽ അവതാരിക എഴുതിയത്? അതെ, EMS നമ്പൂതിരിപ്പാട്. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാക്കളിലൊരാളുമായിരുന്ന EMS ആണ് അതിന് അവതാരിക എഴുതിയത്. ചെറുകാടും EMSും തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദവും രാഷ്ട്രീയ ബന്ധവുമാണ് അതിന് കാരണം. ശരി, അപ്പോൾ നമുക്ക് എഴുത്തുകാരനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം, അല്ലേ? നമ്മൾ പഠിക്കുന്ന ഈ അധ്യായം ആശുപത്രിയിൽ. ഈ അധ്യായത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ക്ഷമയാണ്, മനുഷ്യത്വമാണ്. ഒന്നാലോചിച്ചു നോക്കൂ. തന്നെ ഒരുപാട് ദ്രോഹിച്ച, കഷ്ടപ്പെടുത്തിയ ഒരാളെ, അയാളുടെ ഏറ്റവും മോശം അവസ്ഥയിൽ ഒരു പരാതിയും പറയാതെ നിസ്വാർത്ഥമായി പരിചരിക്കുക. അതാണ് ഈ അധ്യായത്തിൽ ചെറുകാട് ചെയ്യുന്നത്. മനുഷ്യന്റെ ഉള്ളിലെ നന്മയും തിന്മയും തമ്മിലുള്ളൊരു വലിയ പോരാട്ടം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. എന്തായിരുന്നു കുഞ്ഞമ്മാമന്റെ അസുഖം? ഇതുമൊരു ചോദ്യമായി വരാം. അദ്ദേഹത്തിന് കടുത്ത പ്രമേഹമായിരുന്നു. അതുമൂലം കാലിലുണ്ടായൊരു മുറിവ് പഴുത്ത് അവസ്ഥ വളരെ ഗുരുതരമായപ്പോഴാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. ആശുപത്രിയിലെ അനുഭവങ്ങൾ എന്നൊരു ചോദ്യം വന്നാൽ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ കഥാപാത്രങ്ങളാണ് നിങ്ങളുടെ 5 മാർക്കിന്റെ ഉത്തരത്തിന്റെ നട്ടെല്ല്. ചെറുകാട് ആശുപത്രിയിൽ വെച്ച് പലതരം മനുഷ്യരെ കണ്ടുമുട്ടുന്നുണ്ട്. അവരെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഈ 4 പേരെ നോക്കൂ. ഒരു വശത്ത് നന്മയുടെ പ്രതീകങ്ങളായ സൈതാലിയും ഡോക്ടർ റാവുവും. സൈതാലി പണം നൽകി സഹായിക്കുന്നു, ഡോക്ടർ റാവു ആത്മാർത്ഥമായി ചികിത്സിക്കുന്നു. എന്നാൽ മറുവശത്തെ മനുഷ്യന്റെ ചീത്തവശങ്ങൾ കാണിക്കുന്ന രാമൻ നായരും കുഞ്ഞാലിയുമുണ്ട്. രാമൻ നായർ പറ്റിച്ചു പണം വാങ്ങുന്നു, കുഞ്ഞാലി മോതിരം മോഷ്ടിക്കുന്നു. ആശുപത്രി എന്ന ഒരിടത്ത് വെച്ച് മനുഷ്യന്റെ ഈ 2 മുഖങ്ങളും ചെറുകാട് കാണുകയാണ്. സൈതാലി കുഞ്ഞമ്മാമന്റെ ഒരു പാട്ടുകാരനാണ്. പക്ഷേ ആ ബന്ധത്തിനപ്പുറം ഒരു സ്നേഹം അവർ തമ്മിലുണ്ട്. കുഞ്ഞമ്മാമൻ അസുഖമാണെന്നറിഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ തന്റെ കയ്യിലുണ്ടായിരുന്ന 100 രൂപ അയാൾ ചെറുകാടിന് നൽകുകയാണ്. കുഞ്ഞമ്മാമൻ സൈതാലിയെ സ്നേഹത്തോടെ മടിശീല എന്നും സൈതാലി തിരിച്ച് പണപ്പെട്ടി എന്നുമാണ് വിളിച്ചിരുന്നത്. അതവരുടെ ആത്മബന്ധം കാണിക്കുന്നു. ഇനി രാമൻ നായരെ നോക്കൂ. നേരെ വിപരീതം. ഡോക്ടർക്ക് കൈക്കൂലി കൊടുത്താലേ ശരിക്കും നോക്കൂവെന്ന് പറഞ്ഞ് ആ പാവം ഡോക്ടറെപ്പറ്റി ഇല്ലാത്തത് പറഞ്ഞ് ചെറുകാടിന്റെ കയ്യിൽ നിന്ന് 10 രൂപ തട്ടിയെടുക്കുകയാണ്.
ഒരാളുടെ വിഷമഘട്ടത്തെ എങ്ങനെ മുതലെടുക്കാമെന്ന് ചിന്തിക്കുന്നവരുടെ പ്രതീകമാണ് ഈ രാമൻ നായർ. ഇതുവരെ നമ്മൾ കഥയും കഥാപാത്രങ്ങളെയും കണ്ടു. ഇനി ഈ കഥ നമുക്ക് തരുന്ന വലിയ പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു എസ്സേ എഴുതാനുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്നാണ് കിട്ടുക. എന്തുകൊണ്ടാണ് ആശുപത്രിയെ ചെറുകാട് ഒരു ആധ്യാത്മവിദ്യാലയം എന്ന് വിളിക്കുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ആശുപത്രിയിൽ രോഗികളായി കിടക്കുമ്പോൾ ജാതിയോ മതമോ പണമോ അധികാരമോ ഒന്നും ഒരു വിഷയമല്ല. വേദനിക്കുന്ന മനുഷ്യൻ എന്ന ഒരൊറ്റ സത്യം മാത്രമേ അവിടെയുള്ളൂ. അതായത് ലോകത്തിലെ എല്ലാ വേർതിരിവുകളും ഇല്ലാതാകുന്ന ഒരിടമാണ് ആശുപത്രി. ആ ഒരു തിരിച്ചറിവാണ് അതിനെ ഒരു ആത്മീയ വിദ്യാലയമാക്കി മാറ്റുന്നത്. ഈ അധ്യായത്തിലെ ഏറ്റവും ശക്തമായ ആശയം ക്ഷമ തന്നെയാണ്. കുഞ്ഞമ്മാമൻ മുൻപ് ചെയ്ത ക്രൂരതകൾക്ക് പകരം വീട്ടുകയല്ല ചെറുകാട് ചെയ്യുന്നത്. പകരം സ്നേഹത്തോടെ അദ്ദേഹത്തെ പരിചരിക്കുകയാണ്. പ്രതികാരത്തേക്കാൾ വലുതാണ് മനുഷ്യത്വം എന്ന് ചെറുകാട് സ്വന്തം പ്രവൃത്തിയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നു. കഥയിൽ ചെറുകാടിന്റെ ഒരു സ്വകാര്യ ദുഃഖം കൂടി നമ്മൾ കാണുന്നുണ്ട്. അന്യദേശക്കാരനായ ഡോക്ടറോട് കുഞ്ഞമ്മാമന്റെ അസുഖത്തെക്കുറിച്ച് വിശദമായി ചോദിച്ചറിയാൻ തനിക്ക് വേണ്ടത്ര ഇംഗ്ലീഷ് അറിയില്ലല്ലോ എന്നോർത്ത് അദ്ദേഹം വിഷമിക്കുന്നു. വിദ്യാഭ്യാസം നേടാൻ എല്ലാവർക്കും അവസരമില്ലാതിരുന്നൊരു കാലഘട്ടത്തിന്റെ നേർചിത്രം കൂടിയാണ് ആ സങ്കടം. ശരി, നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി അവസാനമായി ഒരു റാപ്പിഡ് ഫയർ റൗണ്ട് പോലെ പരീക്ഷയ്ക്ക് പോകും മുൻപ് മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കാം. റെഡിയല്ലേ? 1 മാർക്കിനായി ഈ 4 കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോണം. 1. കൃതിയുടെ പേര് ജീവിതപാത. 2. യഥാർത്ഥ പേര് ഗോവിന്ദ പിഷാരടി. 3. അവതാരിക EMS നമ്പൂതിരിപ്പാട്. 4. അമ്മാവന്റെ അസുഖം പ്രമേഹം. ഈ 4 പോയിന്റുകളും നിർണായകമാണ്, മറക്കരുത്. ആശുപത്രിയിലെ അനുഭവങ്ങൾ വിവരിക്കാൻ ചോദ്യം വന്നാൽ നിങ്ങളുടെ ഉത്തരത്തിൽ ഈ 5 കാര്യങ്ങളുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഡോക്ടർ റാവുവിന്റെ നന്മ, രാമൻ നായരുടെ വഞ്ചന, കുഞ്ഞാലിയുടെ മോഷണം, സെയ്താലിയുടെ മനുഷ്യത്വം, പിന്നെ ചെറുകാടിനു ഭാഷയുടെ പേരിലുണ്ടായ ബുദ്ധിമുട്ട്. ഇത് ചേർത്താൽ നിങ്ങളുടെ ഉത്തരം പൂർണ്ണമാകും. ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. യഥാർത്ഥ നീതി എന്നത് പ്രതികാരം ചെയ്യുന്നതാണോ അതോ ക്ഷമിക്കുന്നതാണോ? ചെറുകാടിന്റെ ഈ പ്രവൃത്തി നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? നന്നായി ആലോചിക്കുക. ഈ പാഠഭാഗം ആഴത്തിൽ മനസ്സിലാക്കാൻ ഇത്തരം ചിന്തകൾ നിങ്ങളെ സഹായിക്കും. എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. പരീക്ഷ നന്നായി എഴുതുക.